വാച്ച് മൂവീസ് അറ്റ് യുവർ ഓൺ റിസ്ക് എന്ന് ഞാൻ പറയുള്ളൂ. ബാക്കിയുള്ളവന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വന്ന് വിളിക്കാനൊക്കെ നട്ടലുള്ളവര് ഒറ്റയ്ക്ക് പോയിരുന്ന സിനിമ, അതായത് വല്ലവന്റെ വാക്ക് കേൾക്കാതെ പോയിരുന്ന സിനിമ കാണാനുള്ള നട്ടലും കാണിക്കണം. എന്നിട്ട് തീരുമാനിക്കുക സിനിമ മോശമാണോ അല്ലേ. അല്ലാതെ അവൻ പറഞ്ഞു ഇങ്ങനെ അതുകൊണ്ട് ഞാൻ പോണില്ല, ഇവൻ പറഞ്ഞു ഇങ്ങനെ എന്നിട്ട് ഞാൻ പോണില്ല. അറ്റ്ലീസ്റ്റ് ഹാവ് ദാറ്റ് സ്പൈനെ പറയാനുള്ളൂ. ദിലീപ് ഏട്ടന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി, സോ ആളുടെ 150ാമത്തെ പടമായതുകൊണ്ട് തന്നെ ഒരു ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിൽ ഒരു ടൈറ്റിൽ കാർഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. ലിറ്ററലി ഐ വാസ് ഇൻ ടു ടിയേഴ്സ് എന്നൊക്കെ പറയാം. ഭയങ്കര ഇമോഷണൽ ആക്കുന്ന ഒരു ടൈറ്റിൽ കാർഡായിരുന്നു. മഴത്തുള്ളി കിലുക്കത്തെ BGM ഒക്കെ ഇട്ടിട്ട് അത് ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. അത് അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് പഴയ ദിലീപിന്റെ സിനിമകളൊക്കെ ഓർമ്മ വരും. സോ 2025 ദ ഇയർ ഓഫ് കംബാക്സ് എന്നാണ് പറഞ്ഞു വരുന്നുണ്ടായിരുന്നത്. നമ്മുടെ ലാലേട്ടൻ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു, ചിയാൻ വിക്രം തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു, തല അജിത്ത് വരെ തിരിച്ചു വന്നു. ദിലീപ് തിരിച്ചു വന്നോ ചോദിച്ചു കഴിഞ്ഞാൽ ദിലീപിന്റെ ഈ അടുത്ത കാലത്ത് കണ്ട പടങ്ങളിനെ പോലെ വേറൊരു സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. വേർഷൻ 2.0 ഒന്നും ആയിട്ട് തോന്നിയില്ല. ചില സീൻസിലൊക്കെ ദിലീപ് അടിപൊളിയായിരുന്നു, ചില സീൻസിൽ യൂഷ്വൽ കോപ്രായങ്ങളും വെറുപ്പിക്കലും തന്നെയായിരുന്നു. സോ സിമ്പിൾ ആൻഡ് ഷോർട്ട് ആയിട്ട് പറയാന്ന് വെച്ചാൽ ദിസ് മൂവി ഹാസ് സം വെറുപ്പിക്കൽ സീൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഓവർ ആക്ടിങ് സീൻസ് ഉണ്ട്, കുറച്ച് അടിപൊളി ഇമോഷണൽ സീൻസ് ഉണ്ട്, നല്ല 1-2 കോമഡി സീൻസും ഒരുപാട് ചളികളും ഉണ്ട്. സോ എനിക്ക് മറ്റേ ചില കോമഡി സീൻസ് ഒക്കെ നല്ലോണം വർക്കായി, പക്ഷെ ചിലതൊക്കെ അൺസഹിക്കബിൾ തന്നെയായിരുന്നു. ഇപ്പൊ ആരൊക്കെ പറയണ്ടായിരുന്നു ബ്രൊമാൻസ് മോഹൻലാൽ പ്രിയദർശൻ പടം പോലത്തെ പടമാണ്, അവർക്ക് ഇതൊരു അപരാധമായിട്ട് തോന്നി എന്നൊക്കെ പറയണ്ടായിരുന്നു. എനിക്ക് അതിനോട് ഒട്ടും യോജിപ്പില്ല. കമ്പയറിംഗ് ടു ബ്രൊമാൻസ് ദിസ് ഇസ് ഫാർ ഫാർ ബെറ്റർ എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇതിൽ കുറച്ച് ഇമോഷണൽ സീൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ആ കെഫേയിൽ വെച്ചിട്ട് 1-2 സീനുണ്ട് കോമഡിയൊക്കെ, അത് ചിരിച്ച് ചാവും. അതേപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ ഉർവശിയുടെ ഒരു പെർഫോമൻസ് ഉണ്ട്, അതേപോലെ മഞ്ജു പിള്ള സെക്കൻഡ് ഹാഫിൽ അടിപൊളിയായിരുന്നു. ആ ഇമോഷണൽ സീൻസ് ഒക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടമായി. അതുകൊണ്ട് ഞാനൊരു വെരി ആവറേജ് പടം പറയും, ഇല്ലെങ്കിൽ അതിലും താഴെ പോകേണ്ട ഒരു സിനിമയാണ്. ഇപ്പൊ ആൾക്കാരൊക്കെ പറയാം പഴയ ദിലീപ് തിരിച്ചു വന്നു, പഴയ ലാലേട്ടൻ തിരിച്ചു വന്നു. പഴയ ആളെ കൊണ്ടുവരാന്നുള്ളത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. ഇപ്പൊ നമ്മള് മറ്റേ ചാന്ത് പൊട്ടിൽ കണ്ട ദിലീപിനെ അല്ലെങ്കിൽ മഴത്തുള്ളി കിളുക്കത്തിൽ കണ്ട ദിലീപിനെ ഇനി കൊണ്ടുവരാൻ പറ്റില്ല. കാലത്തിനനുസരിച്ച് കോലം മാറണമെന്നേ പറയാനുള്ളൂ. അപ്ഡേറ്റ് ആയിട്ട് പുതിയ പടങ്ങൾ എടുക്കണം, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കളിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോനെ ഇപ്പൊ കൊണ്ടുവരണം പറഞ്ഞാൽ നടക്കുവോ? ആൾ അൽ നാസറിൽ കളിക്കുന്നത് വേറൊരു രീതിയിലാണ്. ആൾക്ക് ഇഞ്ചുറി പറ്റിയതിന് ശേഷം ആള് വിങ്ങർ, ആ ഒരു പൊസിഷനിൽ നേരെ സ്ട്രൈക്കറിലോട്ട് മാറി. അങ്ങനെ അപ്ഡേറ്റ് ആവുകയാണ് വേണ്ടത്. അല്ലാതെ ഈ കാണിച്ച സീൻ തന്നെ കാണിച്ച കോപ്രായം തന്നെ കാണിച്ച് എന്തോന്ന് കംബാക്ക് എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. ആൻഡ് ഇതില് മറ്റേ സോഷ്യൽ മീഡിയയ്ക്കും അതേപോലെ തന്നെ ഈ മറ്റേ മീഡിയാസിനൊക്കെ ഇട്ട് കൊട്ടുണ്ട് ഉർവശി, അത് കിടിലൻ തന്നെയായിരുന്നു. ആൻഡ് ഇതിലൊരു ക്യാരക്ടർ ഉണ്ട്, ഒരു ചിഞ്ചു റാണി പറഞ്ഞിട്ട്. ഇങ്ങനത്തെ ഒരു അപരാധം പിടിച്ചൊരു ക്യാരക്ടർ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണും. ഇത്രയും വെറുപ്പിക്കുന്ന ഒരു ക്യാരക്ടർ. ഇപ്പൊ യൂഷ്വലി നമ്മൾ പറയില്ല മലം കൾട്ട് മോഡിലോട്ട് മാറി, ഇത് അതിനും സമ്മതിക്കാത്ത ഒരു ക്യാരക്ടർ. ഇപ്പൊ ഈ ഒരു കൊച്ചിന്റെ ഈ ഒരു പെർഫോമൻസ് കണ്ടില്ലെങ്കിൽ നീ ചത്തുപോകും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഐ എം റെഡി ടു ഡൈ. ഭൂമി ഒന്ന് പിളർന്ന് താഴത്തോട്ട് പോയാൽ മതി പറയുന്ന പോലെ നാംജാതി വെറുപ്പിക്കലായിരുന്നു. എന്താണ് മറ്റേ വെഡിങ് ജമ്പ്, വെഡിങ് റിവോൾവിങ്, വെഡിങ് റവല്യൂഷൻ, എന്തോന്നാണ് ഇത്? ഇങ്ങനെ കുറെ എണ്ണം ഉണ്ട് ബേസിക്കലി. അതായത് വാട്ട് ഐ ഈറ്റ് ഇൻ മൈ ഡേ, അല്ലെങ്കിൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ, എന്റെ ഒരു ഡേ ഇതാണ്, മറ്റേ രാവിലെ തിന്നതും ദൂറിയതും ഇങ്ങനെയാണ് പോയത് എന്നൊക്കെ വീഡിയോ എടുത്ത് കാണിക്കുന്ന കുറെ എണ്ണം ഉണ്ട്. അത് കാണാൻ വേറെ കുറെ വോയറിസ്റ്റിക് അലവലാദികളുണ്ട്. അവർക്കൊക്കെ ഒരു കൊട്ടി ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. അതായത് എനിക്ക് ഏറ്റവും മനസ്സിലാവാത്തത് അവനവന്റെ വീട്ടിലുള്ള ആൾക്കാരായിട്ട് സംസാരിക്കില്ല. ഈ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരെ പറയാം, വീട്ടിലുള്ള ആൾക്കാരായിട്ട് സംസാരിക്കാൻ അവർക്ക് നേരമില്ല. എന്നാൽ പെവീൻ കിച്ചും മവീൻ അച്ചുവും തമ്മിൽ തെറ്റി അയ്യോ എനിക്ക് സങ്കടം വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇടുന്ന കുറെ അലവലാദികൾ വേറെയുണ്ട്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു മദേഴ്സ് ഡേ, അമ്മയെ കെട്ടിപ്പിടിക്കല്, അമ്മയെ ഉമ്മം വെക്കല്, എന്നാൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ അമ്മ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്തു കൊടുക്കാൻ നേരമില്ല. അങ്ങനത്തെ ആൾക്കാരാണ് ഉള്ളത്. അവർക്കൊക്കെ കിട്ടും നല്ലൊരു കൊട്ടന്നെയായിരുന്നു. സോ കമ്പയറിംഗ് ടു പവി കെയർടേക്കർ ആണ് ഇത് കമ്പയറിംഗ് ടു ദിസ് പവി കെയർടേക്കർ ആണ് എനിക്ക് കുറച്ചും കൂടി നല്ലൊരു സിനിമയായിട്ട് തോന്നി. അതിലെ കുറച്ച് കോപ്പറായങ്ങളൊക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ നല്ലൊരു ഫീൽ തരുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഇതിൽ എനിക്ക് അത്ര വലിയ ഫീലൊന്നും തോന്നിയില്ല. ദിലീപ് ഏട്ടന് ചില ഇമോഷണൽ സീൻസ് ഒക്കെ വർക്ക് ആയിരുന്നു. ചിലതൊന്നും നമുക്ക് കണ്ട സാധനം തന്നെ ഇങ്ങനെ വീണ്ടും വരുമ്പോൾ വലിയ ഇതൊന്നും എനിക്ക് തോന്നിയില്ല. ഒരു ഫാമിലി ഓഡിയൻസിന് ചിലപ്പോൾ വർക്കാവുമായിരിക്കും. അതായത് ദിലീപിന്റെ പഴയ സിനിമയൊക്കെ കണ്ടിട്ട് ഈ അടുത്ത കാലത്തുള്ള സിനിമയൊന്നും കാണാതെ ഇതൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ വർക്കാവുന്ന സിനിമയായിരിക്കും. അല്ലാതെ എനിക്ക് അത്ര കിടിലൻ എന്നൊന്നും പറയാനുള്ള, അല്ലെങ്കിൽ ഗംഭീരം കംബാക്ക് എന്നൊന്നും പറയാനുള്ള പടമായിട്ട് തോന്നിയില്ല. സോ ചിരിക്കാനുള്ള കുറച്ച് മൊമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, വേണ്ടവർ കണ്ടു നോക്കുക. വാച്ച് മൂവീസ് അറ്റ് യുവർ ഓൺ റിസ്ക് എന്ന് ഞാൻ പറയുള്ളൂ. ബാക്കിയുള്ളവന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വന്ന് വിളിക്കാനൊക്കെ നട്ടലുള്ളവര് ഒറ്റയ്ക്ക് പോയിരുന്ന സിനിമ, അതായത് വല്ലവന്റെ വാക്ക് കേൾക്കാതെ പോയിരുന്ന സിനിമ കാണാനുള്ള നട്ടലും കാണിക്കണം. എന്നിട്ട് തീരുമാനിക്കുക സിനിമ മോശമാണോ അല്ലേ. അല്ലാതെ അവൻ പറഞ്ഞു ഇങ്ങനെ അതുകൊണ്ട് ഞാൻ പോണില്ല, ഇവൻ പറഞ്ഞു ഇങ്ങനെ എന്നിട്ട് ഞാൻ പോണില്ല. അറ്റ്ലീസ്റ്റ് ഹാവ് ദാറ്റ് സ്പൈനെ പറയാനുള്ളൂ. സോ ട്രൈ ഇറ്റ് ഔട്ട്. എനിക്ക് അത്ര വലിയ കിടിലം പടമായിട്ടൊന്നും തോന്നിയില്ല, ആവറേജ് പടം.